പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭോഷനായ ധനികനെ കുറിച്ചാണ് നമ്മൾ ദൈവവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുക. ഇവിടെ വളരെ വ്യക്തമായി ദൈവവചനം പറയുന്നുണ്ട്. ഭോഷനായ മനുഷ്യനോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിനക്കുള്ളതെല്ലാം ശേഖരിച്ച് വെച്ചാലും, നിന്റെ സമ്പത്തുകളെല്ലാം നീ കുവിഞ്ഞുകൂട്ടി വെച്ച് കഴിഞ്ഞാലും, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദൈവവചനം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ സമ്പന്നരാകാതെ നമുക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ളത് വേണ്ടെന്നല്ല, ഭൂമിയിൽ അതിസമ്പന്നരാകാനുള്ള പരിശ്രമങ്ങളെക്കാൾ ഉപരി ദൈവസന്നിധിയിൽ സമ്പന്നരായി തീരുവാൻ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായി തീരുവാൻ, ദൈവസന്നിധിയിൽ നിക്ഷേപങ്ങളുള്ളവരായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെല്ലാം ഭൂമിയിൽ സമ്പത്ത് നേടിയെടുക്കുന്നതിന്, സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള വ്യഗ്രതയിലാണ്. അതേസമയം വചനം പറയുകയാണ്, ഭൂമിയിലെ സമ്പത്തെല്ലാം ശാശ്വതമല്ല. ശാശ്വതമായ ദൈവിക സമ്പത്ത് ഉണ്ടാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക